മലപ്പുറം കോട്ടക്കൽ നഗരസഭയിൽ UDFന്റെ വിജയാരവം പരിപാടിയിലെ വെടിക്കെട്ട് പോലീസ് തടഞ്ഞു. വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഈ വെടിക്കെട്ട് നടത്തുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് ഗോകുൽ, ഇത് തടഞ്ഞതിനെ തുടർന്ന് എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? എന്താണ് പോലീസിന്റെയും അതുപോലെ UDFന്റെയും ഒക്കെ വിശദീകരണം? വിജയകുമാർ, വലിയ അളവിലുള്ള കരിമരുന്നായിരുന്നു ഇവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കരിമരുന്ന് ഉൾപ്പെടെയുള്ളവ ക്രമീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതോടുകൂടിയിട്ടാണ് അന്യ ജില്ലകളിൽ നിന്ന് പോലും ഇവിടേക്ക് ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. വൈകിട്ടോടു കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ വിജയാരവം എന്ന പേരിൽ UDF കോട്ടക്കൽ നഗരസഭയിൽ നേടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചത്. ആദ്യം ഒരു ആഹ്ലാദ പ്രകടനവും അതിനുശേഷം നേതാക്കന്മാർ പ്രസംഗിക്കുന്ന പൊതുപരിപാടിയും അതിനുശേഷം കരിമരുന്ന് പ്രയോഗവും എന്ന രീതിയിലായിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വീഡിയോകൾ പങ്കുവെച്ചതോടുകൂടി നിരവധി ആളുകൾ എത്തുകയും അത് നഗരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതോടെയാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് പോലീസ് ഇവിടെ എത്തിയിട്ട് ഈ പറഞ്ഞ കരിമരുന്നുകളും വെടിക്കെട്ട് ഉപകരണങ്ങളൊക്കെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും ഇത് അറിയാത്ത, അതായത് പൊതുപരിപാടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കരിമരുന്ന് നടത്തുക എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പോലീസ് അനുമതി നിഷേധിക്കുകയും ഇത് കൊണ്ടുപോവുകയും ചെയ്ത് അറിയാത്ത ആളുകൾ ഇപ്പോഴും അവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഈ അനുമതി ഇല്ലാത്തതിനാൽ തന്നെ പ്രതിഷേധവും കാര്യമായിട്ടൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വലിയ വെടിക്കെട്ട് അവിടെ നടത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് പോലീസ് ഇടപെടൽ ഉണ്ടായത്. ഗോകുൽ കെ വേണുഗോപാലാണ് വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.